ഹായ് ഹലോ നീത റബിലാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. മോർണിംഗ് വാവനെ സ്കൂളിലാക്കി. ഇന്ന് അച്ഛനാണ് കൊണ്ടാക്കിയത്. അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ഉച്ചയ്ക്ക് വാവനെ കൂട്ടാൻ പോണം, അത്രയൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പം, കോളേജ് കഴിഞ്ഞ് വരുമ്പം ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും അമ്മ അതുപോലെ ഇങ്ങനെ വൈകുന്നേരം ഓരോരോ ദിവസം ഓരോരോ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു നമ്മളുടെ ബജിമുളക് കണ്ടപ്പോൾ വാങ്ങിച്ചു. ഈ ബജിമുളക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാന്നൊക്കെ വെച്ചാൽ, പണ്ട് ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ എക്സിബിഷനൊക്കെ ഉണ്ടാവും ടൗണിൽ. എക്സിബിഷന് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടാവും, ഫുഡ് സ്റ്റോളിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട്. അപ്പം അന്നൊക്കെ വിചാരിക്കും ഇത് പ്ലാസ്റ്റിക് ആണ് ഈ മുളക് എന്ന് വിചാരിക്കും. പിന്നീടാണ് മനസ്സിലായത് ഇതിങ്ങനെ വജിമുളകാണെന്ന്. അപ്പം ഞാൻ ഇവിടെ കണ്ടപ്പം വാങ്ങി. ഇടയ്ക്ക് വീട്ടിൽ വാങ്ങി ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് വലിയൊരു ടേസ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് പുറമേ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക ഇവർ ഈ വലിയ ഈ മുളക് ഇടയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കീറി കീറി കൊടുത്ത് മുക്കി പൊരിക്കുക ചെയ്യാം. പക്ഷെ ഞാനിത് നടുവെ ചീന്തി അത് വീണ്ടും പീസാക്കിയിട്ട്, അതായത് ഒരു മുളകിന് 4 പീസാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ കയ്യിലുള്ള ചീഞ്ചട്ടി ചെറുതാണ്, അപ്പം അതിൽ മുങ്ങി കിടക്കണമല്ലോ. അപ്പം ആ രീതിയിൽ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് കടലമാവിലാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ കുറച്ച് വെച്ചിട്ട് കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ഈ മുളക് ഞാൻ പീസാക്കിയിട്ടുള്ള മുളക് ഇട്ട് വറുത്തെടുക്കുകയാണ്, പൊരിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഈ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുക വളരെ റെയറായിട്ടാണ് കേട്ടോ. അതൊക്കെ അപ്പോഴത്തും കുറച്ചും കൂടി നേരത്തെ ഒരു 6 o'clock 6:30 ആകുമ്പോൾ വരുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഞാനിതുപോലെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോന്ന് പ്രിപ്പയർ ചെയ്യുന്നു. എന്താ പറയാ, അമ്മേൻ്റെ ഒരു ശീലം പോലെ തന്നെ എനിക്കും അങ്ങനെയായി. അങ്ങനെ ഇപ്പൊ പിന്നെ അപ്പോഴത്തും ലേറ്റ് ആയിട്ടാണ് വരാറ്. ഇങ്ങനത്തെ സ്നാക്സ് പരിപാടിയൊക്കെ വളരെ കുറവാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് കണ്ടപ്പം ഒന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുളകാ ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സോസ് കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഇതിന് വലിയ എരിവ് ഒന്നുമില്ല. പിന്നെ ചില സമയത്ത് ആ തണ്ടിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് എരിവൊക്കെ തോന്നും കേട്ടോ. അല്ലാതെ കഴിക്കാൻ നല്ലൊരു, ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയാണ്. ആ പണ്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ പിന്നെ വല്ലപ്പോഴൊക്കെ കഴിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റബിൽ.